ഒരു ഘടകകക്ഷി കൂടി ബി.ജെ.പിയോട് ഇടയുകയാണ്. കർണാടകത്തിൽ നിന്നുള്ള JDS കുമാരസ്വാമിയെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിലും ബി.ജെ.പിയുടെ നേതാക്കൾ ഇപ്പോഴും JDSനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുകയാണ് JDSും കുമാരസ്വാമിയും. തൻ്റെ പാർട്ടിയോട് ബി.ജെ.പി നേതാക്കൾ നടത്തുന്ന പ്രതികാര നടപടിക്കെതിരെ കേന്ദ്ര വൻകിട വ്യവസായ ഉരുക്കുമന്ത്രിയായ HD കുമാരസ്വാമി ഇന്നലെ ഡൽഹിയിൽ ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 3 മുതൽ 10-ാം തീയതി വരെ ബംഗളൂരിൽ നിന്ന് മൈസൂരിലേക്ക് നടത്തുന്ന ഒരു പദയാത്ര, ആ പദയാത്രയുടെ നേതൃനിരയിൽ മുൻ ഹാസൻ MLAയും ബി.ജെ.പി നേതാവുമായ പ്രീതം ഗൗഡയെ അവരോധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് താൻ അതിൽ ഉണ്ടാവില്ലെന്നും കുമാരസ്വാമി വ്യക്തമാക്കിയിരിക്കുന്നു. JDSും ബി.ജെ.പിയും സംയുക്തമായിട്ടാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചതെങ്കിലും പദയാത്രയിൽ നിന്ന് JDS പിന്മാറണമെന്ന് പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗം ഇന്നലെ നിർദ്ദേശിച്ചു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ പൗത്രൻ മുൻ MP കൂടിയായ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട ലൈംഗികാതിക്രമ വീഡിയോയുടെ പെൻഡ്രൈവ് പ്രചരിപ്പിച്ചത് പ്രീതം ഗൗഡ എന്ന ബി.ജെ.പിയുടെ മുൻ MLA ആണ്. അങ്ങനെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ കുടുംബത്തിൽ വന്ന് വിഷം കലക്കിയ ഒരാൾക്കൊപ്പം വേദി പങ്കിടാൻ തന്നെ കിട്ടില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് കുമാരസ്വാമി നൽകിയിരിക്കുന്നത്. ദേവഗൗഡ കുടുംബത്തെ ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെട്ട പ്രീതം ഗൗഡയെ പദയാത്രയിൽ ഉൾപ്പെടുത്തിയാൽ താൻ ഒപ്പമുണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നും ബി.ജെ.പി നേതൃത്വത്തിനോട് കുമാരസ്വാമി ചോദിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സഖ്യം വേറെ, രാഷ്ട്രീയം വേറെ. മന്ത്രിസ്ഥാനം നൽകി എന്നതുകൊണ്ട് കിട്ടിയവൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടുമെന്നൊരു ധാരണ ആർക്കും വേണ്ടെന്നും കേന്ദ്രമന്ത്രി കുമാരസ്വാമി ബി.ജെ.പിക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. JDSന്റെ ശക്തി കേന്ദ്രമായ ബംഗളൂരു മുതൽ മൈസൂർ വരെ തീരുമാനിച്ച ഈ പദയാത്രയിൽ പ്രീതം ഗൗഡയെ ഉൾപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് ബി.ജെ.പി തങ്ങളോട് കൂടിയാലോചിച്ചില്ല എന്ന കുമാരസ്വാമിയുടെ ചോദ്യം ഈ സമര പരിപാടി ബി.ജെ.പി പരിപാടിയായി മാറുകയും അത് ബഹിഷ്കരിക്കാനുള്ള JDS തീരുമാനിച്ചു എന്നുമുള്ളൊരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. JDSന് ആകെ 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. എന്നിട്ടും പലർക്കും നൽകാത്ത രീതിയിൽ കുമാരസ്വാമിക്ക് ലോകസഭയിൽ ക്യാബിനറ്റ് പദവി തന്നെ നൽകിയത് സിദ്ധാരാമയ്യയുടെ കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം നയിക്കാനാണ്. പക്ഷേ അപ്രതീക്ഷിതമായി JDS പിന്മാറിയതോടെ വലിയ തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇന്ന് ബി.ജെ.പിക്കൊപ്പമാണെങ്കിലും അടിസ്ഥാനപരമായി കർഷക പാർട്ടിയായ JDS ഇന്നല്ലെങ്കിൽ നാളെ കർഷക ശത്രുക്കളായ മോദി ഭരണത്തിൽ നിന്നും പിൻവലിയും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ആദ്യ സൂചനയാണ് ഈ തീരുമാനം.